Hello all. We have already seen in the previous videos about files. Okay, what is a file? What are the different types of files? Text file, sequential file, random access file, etc. We have seen. So in today's class, we'll see different file operations. There are several operations that we can perform on a file. ഒരു ഫയലിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. മെയിൻലി ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ, ഓപ്പണിംഗ് എൻ എക്സിസ്റ്റിംഗ് ഫയൽ, reading from a file, writing to a file, moving to a specified location in a file, and closing a file. So these are the main operations that we can perform on a file. File perform ചെയ്യാൻ പറ്റിയ കുറച്ച് ഓപ്പറേഷൻസ് ആണ് ഇവിടെ. സോ എപ്പോഴും നിങ്ങൾ ഫയൽ എന്ന് പറയുമ്പോൾ ഫയൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ആസ് ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ, ദിസ് ഫയൽ വിൽ ബി ഇൻ എ പൊസിഷൻ നോൺ ആസ് ഡിസ്ക് ഓർ ഇൻ എ മെമ്മറി നോൺ ആസ് ഡിസ്ക് മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. സോ അവിടേക്ക് ഡിസ്ക് മെമ്മറിയിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എപ്പോഴും ഫയലായിട്ട് നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നേക്കാളും ക്ലോസ് ചെയ്യുന്നേക്കാളും എല്ലാത്തിനും മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഫയലിനായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ഫയൽ പോയിന്റർ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, എപ്പോഴും നമുക്കൊരു ഫയൽ പോയിന്റർ ഉണ്ടെങ്കിൽ ആ ഫയലിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫയൽ പോയിന്റർ ത്രൂ ആണ് നമുക്ക് ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ഫയൽ പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, വിൽ കം ടു ഇറ്റ് ആഫ്റ്റർ സം ടൈം. സോ ഇനീഷ്യലി എന്താണ് ഫയൽ പോയിന്റർ എന്ന് മനസ്സിലായില്ലേ? ഫയലിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ദ നെക്സ്റ്റ് തിങ് ഇസ് വെൻ വി ആർ ട്രൈങ് ടു റീഡ് ഫ്രം എ ഫയൽ, നമ്മളൊരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഫയൽ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഡിസ്ക് നിങ്ങൾ സാധാരണ നമ്മളുടെ പണ്ടത്തെ സി ഡിയുടെ കേസിൽ കൺസിഡർ സി ഡിയുടെ അതേ ഷേപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണ്. ഒരു സർക്കുലാർ ഷേപ്പ്, അതിൻ്റെ നടുക്ക് ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. സോ നമ്മൾ റീഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആ റീഡ് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു സർക്കുലാർ ഷേപ്പ് ആണെന്ന് വിചാരിക്കാം. സോ ഇതാണ് ഒരു ഇവിടെ ഇതൊരു സ്പിൻഡിൽ പോലെ ഉണ്ടായിരിക്കും. ഇതാണ് റീഡ് റൈറ്റ് ഹെഡ് എന്ന് വിചാരിക്കുക. സോ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എവിടെയാണോ നമുക്ക് റീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്കിൽ എവിടെയാണ് റീഡ് ചെയ്യേണ്ട ഫയൽ എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിക്കുമ്പോൾ ആ ഫയലിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് അത് റീഡ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ പോകും. ഓക്കെ, സോ ഇതിനൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്. ഈ പറയണതൊക്കെ കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് ടൈം, ഈ ഒരു സമയം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ കൺസെപ്റ്റ് നോൺ ആസ് ബഫർ ഏരിയ ഈസ് ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഒരു ബഫർ ഏരിയ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ബഫർ കേട്ടിട്ടുള്ളതാണ്. എന്തിനാണ് ഈ ബഫർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എപ്പോഴും മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ഫയലിലോട്ടല്ല നമ്മൾ റൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫയലിൽ നിന്ന് ഡയറക്റ്റ് റീഡ് ചെയ്യുന്നത് നമ്മൾ മെമ്മറിയിലേക്ക് റീഡ് ചെയ്യില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവർ രണ്ടുപേരിനും ഇടയിൽ ദർ വിൽ ബി എൻ ഏരിയ നോൺ ആസ് ബഫർ ഏരിയ. സോ എന്താ ചെയ്യുക? റീഡിങ്ങിൻ്റെ സമയത്ത് ആദ്യം തന്നെ എവിടേക്കാണ് റീഡ് ചെയ്യുക? ഈ ഒരു ഫയലിൽ നിന്ന് നമ്മൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ, ഓരോ ക്യാരക്ടർ വൈസ് നമ്മൾ എവിടേക്ക് റീഡ് ചെയ്യും? ഈ ബഫർ ഏരിയയിലേക്ക് റീഡ് ചെയ്യും. ഇനി ബഫർ ഏരിയയിൽ നിന്നാണ് പിന്നെ മെമ്മറിയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ് ഫ്രം ദ മെമ്മറി ദ ഡേറ്റ വിൽ ബി റിട്ടേൺ ടു ദ ബഫർ ഏരിയ. ബഫർ ഏരിയയിലേക്കായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ബഫർ ഏരിയയിൽ നിന്നാണ് ഫയലിലേക്ക് പോവുള്ളൂ. സോ ഈ ഡയറക്റ്റ് ഫയലും മെമ്മറിയും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഈ ഒരു ടൈം ഡിലേ ഉണ്ടല്ലോ, ടൈം ഗ്യാപ്പ്, അത് നമുക്ക് ഈ ബഫർ ഏരിയ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മളൊരു ബഫർ ഏരിയ ഉപയോഗിക്കുന്നത്. സോ ഓക്കെ, സോ ബിറ്റ്വീൻ ദീസ് ഫയൽ ആൻഡ് മെമ്മറി ദർ വിൽ ബി എൻ ഏരിയ നോൺ ആസ് ബഫർ ഏരിയ. സോ ബിഫോർ റീഡിങ് മെമ്മറിയിലേക്ക് റീഡ് ചെയ്യുന്നേക്കാൾ മുന്നേ ബഫറിലോട്ടാണ് വരിക. ബഫറിൽ നിന്നാണ് പിന്നെ റീഡ് ചെയ്യുക. അതുപോലെ റൈറ്റ് ചെയ്യുമ്പോൾ നേരെ മെമ്മറിയിൽ നിന്ന് ബഫറിലേക്കാണ് റൈറ്റ് ചെയ്യുക. ബഫറിൽ നിന്നാണ് പിന്നെ ഫയലിലേക്ക് പോവുക. ഓക്കെ, സോ ദിസ് ഇസ് ദ പർപ്പസ് ഓഫ് എ ബഫർ ഏരിയ. Now, as I have told you earlier, before performing any functions, എന്ത് ഫംഗ്ഷനും ഒരു ഫയലിൻ്റെ മേലെ പെർഫോം ചെയ്യുന്നേക്കാളും മുന്നും നമുക്ക് എന്ത് വേണം? ഒരു ബഫർ ഏരിയ വേണം. ഓക്കെ, ഒരു ബഫർ ഏരിയ എന്തായാലും നമുക്ക് വേണം. സോ ഈ ബഫർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഫർ ഏരിയ അല്ല, ഫയൽ പോയിന്റർ വേണം. അപ്പോൾ ഫയലിലേക്ക് ഒരു പോയിന്റർ എപ്പോഴും വേണം. അതിനെയാണ് നമ്മൾ FPTR എന്നാണ് നോർമലി നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമുക്ക് എന്ത് പേരിലും ഡിനോട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി ഫയൽ പോയിന്ററിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, സോ എപ്പോഴും ആദ്യം തന്നെ ഒരു ഫയൽ പ്രോഗ്രാമിൻ്റെ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫയൽ പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഫയൽ പോയിന്ററിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? FPTR ഇസ് ദ വേരിയബിൾ നെയിം. ഇതാണ് വേരിയബിൾ നെയിം. അതൊരു പോയിന്റർ ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാർ മുന്നിലുള്ളത്. അത് ഫയലിലേക്കുള്ള പോയിന്റർ ആണ്, ഇൻറ്റിജറോ ക്യാരക്ടറോ അല്ല. ഇറ്റ് ഇസ് എ പോയിന്റർ ടു എ ഫയൽ. സോ വിൽ യൂസ് എ ടൈപ്പ് ഫയൽ. ക്യാപ്സ് ആയിരിക്കണം. ഈ FILE ഓൾ ലെറ്റേഴ്സ് ഷുഡ് ബി ഇൻ ക്യാപ്സ്, അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കണം ഇവിടെ. ഓക്കെ, സോ ഫയലിലേക്കുള്ള ഒരു പോയിന്റർ ആണ് FPTR എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തു.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ FPTRനെ നമ്മൾ വി ക്യാൻ കോൾ FPTR ആസ് സ്ട്രീം പോയിന്റർ ഓൾസോ. ഫയൽ പോയിന്റർ എന്നും പറയാം, നമുക്കതിനെ സ്ട്രീം പോയിന്റർ എന്ന് പറയുന്നത്. സ്ട്രീം ഓറിയന്റഡ് ഫയൽസ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. സോ സ്ട്രീം ഓറിയന്റഡ് ഫയൽസ് ആയത് കാരണം ഈ സ്ട്രീമിലേക്കുള്ള പോയിന്റർ എന്നും നമുക്ക് FPTRനെ പറയാം. സോ ഇനീഷ്യലി വിൽ ബി സീയിങ് ഹൗ ടു ഓപ്പൺ എ ഫയൽ. ഒരു ഫയൽ എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യുക എന്ന് നോക്കാം. ഒരു ഫയൽ എന്തിനൊക്കെയാവും നമ്മൾ ഓപ്പൺ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫയൽ ഓപ്പൺ ചെയ്യേണ്ടി വരും, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യേണ്ടി വരും, റീഡ് ചെയ്യുന്ന സമയത്ത്, റൈറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിനെല്ലാത്തിനും മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഫയലിനെ ഓപ്പൺ ചെയ്താലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡേഴ്സ് fopen, ഫയൽ ഓപ്പണിന്റെ ഷോർട്ട് ഫോം fopen 2 ബ്രാക്കറ്റ്സ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻസ് എല്ലാം ഹാവ് ബീൻ ഡിസൈൻഡ് ഓർ ദേ ഹാവ് ബീൻ ഡിഫൈൻഡ് ഇൻ stdio.h ഹെഡർ ഫയലിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ fopen ഇങ്ങനെയാണ്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഇവിടെ നോക്കുക, fopen ഫയൽ ഓപ്പൺ ചെയ്യുക. എവിടെയാണോ ഫയൽ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയലിൻ്റെ പേര്, അതായത് ഫയലിൻ്റെ പേര് മാത്രം നമ്മൾ കൊടുത്താൽ പോരാ, അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് കൊടുക്കണം. അതായത് ഇപ്പോൾ D എന്ന് പറഞ്ഞ ഡ്രൈവിലായിരിക്കാം, D എന്ന് പറഞ്ഞ ഡ്രൈവിൽ ഇന്ന ഫോൾഡറിലത്തെ ഇന്ന ഫയൽ എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷനും കൂടി വെച്ച് കൊടുക്കണം. അത് എന്ത് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. ഇതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടുത്തെ മനസ്സിലായില്ലേ? ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ fopen കൊടുക്കുക, ആ ഫയലിൻ്റെ പേര് കൊടുക്കുക, എന്ത് മോഡിൽ. ഒരുപാട് മോഡ്സിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്ത് മോഡിൽ? ഇപ്പം റീഡ് മോഡിൽ R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റീഡിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഫയലിന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. W എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, സ്മോൾ W എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓപ്പൺ ഫോർ റൈറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഇതുപോലെ ഒരുപാട് മോഡ്സ് നമുക്ക് അറിയാനുണ്ട്. ഓക്കെ, സോ അതനുസരിച്ച് നമുക്ക് എന്തിനാണോ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളിവിടെ മോഡ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യും, ആ ഫയലിലേക്കുള്ളൊരു പോയിന്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ റിട്ടേൺ ചെയ്യുന്നത് ആ ഫയലിലേക്കുള്ള പോയിന്റർ ആയിരിക്കണം. സോ അത് നമ്മൾ എവിടേക്കാണ് കൊടുക്കേണ്ടത്? FPTRലേക്ക്. ഈ ഫയലിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് FPTR അതിലേക്ക് കൊടുക്കുക. സോ ഇപ്പോൾ എന്താണ്? ഈ ഫയലിലേക്ക് ഇവിടെ എന്ത് ഫയലാണോ പറഞ്ഞത് അതിലേക്ക് FPTR പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഇസ്, സീ ഹിയർ. ഇവിടെ ഐ ഹാവ് യൂസ്ഡ് fopen D എന്ന് പറഞ്ഞ ഡ്രൈവിൽ C പ്രോഗ്രാം എന്ന് പറഞ്ഞ ഫോൾഡറിലത്തെ ന്യൂ program.txt. ഓക്കെ, സോ ഐ ഹാവ് ഞാൻ ഈ ഒരു program.txt ഞാൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇൻ വിച്ച് മോഡ് ഐ ആം ട്രൈങ് ടു ഓപ്പൺ? ഇൻ ദ റൈറ്റ് മോഡ്. സിമിലർലി D ഫോൾഡറിൽ D ഡ്രൈവിൽ C പ്രോഗ്രാം എന്ന് പറഞ്ഞ ഫോൾഡറിൽ old program.bin എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബൈനറി ഫയൽ. ദിസ് ഇസ് എ ടെക്സ്റ്റ് ഫയൽ. This is binary file. So since it is a binary file, I am trying to open it in read binary mode. That is, I am trying to read binary file. സോ ഈ മോഡ്സ് ഞാൻ വേറെ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഒരു ഫയലിന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഫയലിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചുള്ള പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് മോഡാണെന്നും ഡബിൾ കോട്ട്സിലായിരിക്കണം മോഡ് കൊടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ഇൻ കേസ് ഈ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫയൽ ഈ ഫോൾഡറിൽ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് ഇറ്റ് ഇസ് റൈറ്റ് മോഡ് എന്താ ചെയ്യുക? ഇങ്ങനത്തെ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഓപ്പൺ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫയൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. റൈറ്റ് മോഡിൽ ഇങ്ങനത്തെ ഒരു ഫയൽ ഇല്ലെങ്കിലും അതിനെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. പക്ഷെ ഇഫ് യു ആർ ട്രൈങ് ടു ഓപ്പൺ ദിസ് ഇൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് എന്ത് റിട്ടേൺ ചെയ്യും? എറർ റിട്ടേൺ ചെയ്യും. റൈറ്റിങ്ങിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇല്ലെങ്കിലും അത് ഓപ്പൺ ആയി ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തത് ഓപ്പൺ ചെയ്തോളും. Okay, so this is how we can read, we can open a file open. Now next is, always when we open a file, ഒരു ഫയൽ എന്തിനു വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്താലും അവസാനം ആ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡേറ്റ ലോസ് നമുക്ക് വരും ആ ഫയലിൽ നിന്ന്. സോ ഓൾവേസ് യു ഷുഡ് ക്ലോസ് ദ ഫയൽ. എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫയൽ യു ഷുഡ് ക്ലോസ് ദാറ്റ് പെർട്ടിക്കുലർ ഫയൽ. ആ പെർട്ടിക്കുലർ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയലിൻ്റെ പേരിൻ്റെ ആവശ്യമില്ല. യു നീഡ് ഓൺലി ഇറ്റ്സ് ഫയൽ പോയിന്റർ. നമുക്ക് അതിൻ്റെ ഫയൽ പോയിന്റർ മാത്രമേ ആവശ്യമുള്ളൂ, ഫയലിൻ്റെ നെയിം ആവശ്യമില്ല. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളൊരു ഫയലിനെ ക്ലോസ് ചെയ്യുക? ദ ഫംഗ്ഷൻ ഇസ് ഓർ ദ കമാൻഡ് ഇസ് fclose. ഫയൽ ക്ലോസ്, fclose എന്നാണ് കമാൻഡ്. ഇവിടെ സ്പേസ് ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? ഏത് ഫയലാണോ അതിൻ്റെ പോയിന്റർ കൊടുക്കണം. FPTR എന്ന് പറഞ്ഞ പോയിന്റർ കൊടുക്കുക. സോ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഫയൽ വിൽ ബി
ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബഫർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് വേണ്ടി ഒരു ബഫർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം വരെ ഉണ്ടാവുള്ളൂ. ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബഫർ എന്ത് ചെയ്യും? ആ ബഫർ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പൊക്കോളും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ we will close a file and open a file. Now the next topic is reading from a file. എങ്ങനെയാണ് നമ്മളൊരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യുക? അപ്പോൾ ഒരുപാട് റീഡ് മോഡ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. സോ എപ്പോഴും നമ്മളൊരു ഫയലിനെ റീഡ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഞാൻ പറഞ്ഞു ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഫയലിനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ റീഡ് മോഡിൽ നമ്മളൊരു ഫയലിനെ ഓപ്പൺ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ആ ഫയൽ ഉണ്ടോ, ആ ഡിസ്കിൽ ആ ഫയൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. രണ്ടാമത്, ഉണ്ടെങ്കിൽ ആ ഫയലിനെ ബഫറിലേക്ക് ഡിസ്കിൽ നിന്ന് ബഫറിലേക്ക് ലോഡ് ചെയ്യും. തേർഡ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഫറിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബഫറിൽ ഈ ഒരു ഫയലിൽ ചിലപ്പോൾ ഒരു ലൈൻ ആയിരിക്കും, ഹലോ എന്ന് പറഞ്ഞൊരു വേർഡ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. സോ എനിക്ക് ഈ HELLO എന്ന് പറയുന്നത് റീഡ് ചെയ്യണം, മെമ്മറിയിലേക്ക് റീഡ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുക. സോ എന്ത് ചെയ്യും? ഈ ബഫറിലേക്ക് ഒരു ക്യാരക്ടർ പോയിന്റർ കീപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം ഫയൽ, ഈ ബഫറിൽ. സോ ഇവിടേക്ക് ഒരു ക്യാരക്ടർ പോയിന്റർ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ മെമ്മറിയിലേക്ക് റീഡ് ചെയ്തെടുക്കും. മനസ്സിലാവുണ്ടോ? സോ ഇത് 3 മെയിൻലി നമുക്ക് റീഡ് മോഡിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി പല ടൈപ്സ് ഓഫ് കമാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാം. fgetc ഫയലിൽ നിന്ന് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഗെറ്റ് ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക. fgetS എന്ന് പറഞ്ഞാൽ ഫയലിൽ നിന്ന് മൊത്തം സ്ട്രിങ് റീഡ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ fgetchar എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഫയലിൽ നിന്ന് എടുക്കാൻ, fscanf ഒരു മൊത്തം ലൈനിനെ റീഡ് ചെയ്തെടുക്കാൻ. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് reading from a file. Okay, now one more thing we can see an example of displaying content of a file. എങ്ങനെയാണ് ഒരു ഫയലിലത്തെ കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളൊരു എക്സാമ്പിളും കൂടി കാണാം അവിടെ. So in order to display the content of the file, നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒന്നും റൈറ്റ് ചെയ്യില്ല. സോ ഐ ഷുഡ് ഓപ്പൺ ഇറ്റ് ഇൻ റീഡ് മോഡ്. നമ്മൾ ആദ്യം റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ എപ്പോഴും ഫയലിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഫയൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നേക്കാളും മുന്നേ ഞാനൊരു ഫയൽ പോയിന്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഫയൽ പോയിന്റർ ഡിക്ലെയർ ചെയ്തു, ഇത് അവിടെ നിൽക്കട്ടെ. ഫയൽ പോയിന്റർ ഡിക്ലെയർ ചെയ്തു. ഇനി ആ ഫയൽ പോയിന്ററിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ആ ഫയലിനെ ഇപ്പോൾ abc.txt ആണെങ്കിൽ ആ ഫയലിനെ, ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ, അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് കൊടുക്കുക കേട്ടോ. abc.txt ഞാൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ വേണ്ടത്? ആ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ abc.txt എന്ന് പറഞ്ഞൊരു ഫയലിന് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫയലിലുള്ള ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ, ഇപ്പോൾ ആ ഫയലിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്താണ് ഫയൽ എന്ന് വിചാരിക്കാം. ഫയലിൻ്റെ ഉള്ളിൽ ഹെല്ലോ ആണ് സ്റ്റോർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം H പിന്നെ ELLO ഇതിലേക്ക് ഒരു ക്യാരക്ടർ ബൈ ക്യാരക്ടർ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? fgetc of fp ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടാവും. ഫയൽ പോയിന്റർ ഈ ഫയലിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഫയൽ പോയിന്ററിൽ നിന്ന് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഈ ഫയലിൽ നിന്ന് നമ്മൾ ഈ CH എന്ന് പറഞ്ഞതിലേക്ക് എടുക്കും. ആദ്യം H കിട്ടും, H പ്രിന്റ് ചെയ്യും. പിന്നെ E കിട്ടും, E പ്രിന്റ് ചെയ്യും. LLO കഴിഞ്ഞു. ഓക്കെ, സോ ഇൻ ഓർഡർ ടു മാർക്ക് ദ എൻഡ് ഓഫ് എ ഫയൽ, ഒരു ഫയലിൻ്റെ അവസാനമായി എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ സ്ട്രിങ്ങിൻ്റെ അവസാനം നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക? \0 വെച്ചാണ്. അതുപോലെ തന്നെ ഒരു ഫയലിൻ്റെ എൻഡ് മാർക്ക് ചെയ്യാൻ വേണ്ടി വിൽ ബി യൂസിങ് എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, എൻഡ് ഓഫ് ഫയൽ EOF. അപ്പോൾ നമ്മൾ ക്യാരക്ടർ എത്ര വരെ നമ്മൾ ക്യാരക്ടർ റീഡ് ചെയ്യണം? ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ ആവണം വരെ. സോ ഇവിടെ എത്തുമ്പോൾ അത് എൻഡ് ഓഫ് ഫയൽ ആവും. അതുവരെ ഞാൻ എന്ത് ചെയ്യണം? ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഫയൽ എത്തിയാലും മൊത്തം ആ ഫയലിലത്തെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ആ ഫയലിലത്തെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു. നൗ ഐ എം ട്രൈങ് ടു ക്ലോസ് ദ ഫയൽ. ഓപ്പൺ ചെയ്തു, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ എൻഡ് ഓഫ് ദ ഫയൽ വരെ റീഡ് ചെയ്തു, പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു ഫയലിനെ. സോ ദിസ് ഇസ് എ സിമ്പിൾ പ്രോഗ്രാം ഇൻ ഓർഡർ ടു ഡിസ്പ്ലേ ദ കണ്ടന്റ്സ് ഓഫ് എ ഫയൽ. ഓക്കെ, താങ്ക് യു.